അല്ലാഹു പറയുകയാണ് ഫമിനന്നാസി മൻ യഖൂൽ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ വമാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്. അല്ലാഹു പരിചയപ്പെടുത്തുന്ന ഒന്നാമത്തെ ദുആ ഏതെന്നറിയോ? ചില ആളുകളുണ്ടത്രേ, അല്ലാഹുവിന്റെ ഭാഷ അങ്ങനെയാണ്. ഫമിനന്നാസി മൻ യഖൂൽ, ചില ആളുകൾ എപ്പോഴും പറയാറുണ്ട്, എന്താണെന്നറിയോ? റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ, പടച്ചവനെ ദുനിയാവിൽ ഞങ്ങൾക്ക് നീ വേണ്ടതൊക്കെ നൽകണേ അല്ലാ. അവർക്ക് ആഖിറം പ്രശ്നമല്ല, അവർക്ക് മരണം പ്രശ്നമല്ല, അവർക്ക് ഖബർ പ്രശ്നമല്ല, സിറാത്ത് പ്രശ്നമല്ല, അവർക്ക് ഹിസാബ് പ്രശ്നമല്ല, അവർക്ക് ഹൗള് പ്രശ്നമല്ല, അവർക്ക് മീസാൻ പ്രശ്നമല്ല, അവർക്ക് അല്ലാഹുവിനെ കണ്ടുമുട്ടുന്ന സ്വർഗ്ഗ നരകങ്ങളെ പ്രശ്നമല്ല. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ആയത്ത് അവതരിപ്പിക്കപ്പെടാൻ ഒരു കാരണമുണ്ട്. എന്തെന്നറിയോ? ഹജ്ജിന്റെ വേളയിൽ കുറെ അഅറാബികളായ ആളുകൾ അഥവാ ബദവികളായ ആളുകൾ, അല്പം കൂടി വിശാലമായി മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ മദീനയിലെ ആദിവാസികളായ ആളുകൾ, മക്കയിലെ ആദിവാസികളായ ആളുകൾ, ഏതോ ഒരു ചെരുവിൽ താമസിക്കുന്ന ബദുക്കളായ ആളുകൾ, അവർക്ക് വിവരം വളരെ കുറവല്ലേ? അവര് പരിശുദ്ധമായ ഹറമിന്റെ മുന്നിലേക്ക് എത്തുകയാ. എന്നിട്ട് അവർ അല്ലാഹുവിനോട് ചോദിക്കുന്നത്, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ, അല്ലാഹുവേ ഞങ്ങളെ മക്കൾക്ക് നീ നല്ല വിദ്യാഭ്യാസം കൊടുക്കണേ അല്ലാ, ഞങ്ങൾക്ക് നല്ല കൃഷി തരണേ അല്ലാ, ഞങ്ങൾക്ക് നല്ല മഴ തരണേ അല്ലാ, ഞങ്ങൾക്ക് നല്ല നിലയിലുള്ള എല്ലാ ഭൗതിക സംവിധാനങ്ങളും തരണേ അല്ലാ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ദുനിയാവിന്റെ നൂറ് കാര്യങ്ങളെ പറ്റി അല്ലാഹുവിനോട് ചോദിക്കുന്ന ഒരു സമൂഹമുണ്ടായിരുന്നത്രേ. ആ സമയത്താണ് വിശുദ്ധമായ ഖുർആൻ ഏഴാകാശങ്ങൾക്ക് അപ്പുറത്ത് നിന്ന് റൂഹുൽ അമീൻ മലക്കു ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സഹായത്തോടെ അല്ലാഹുവിന്റെ ഹബീബിനെ എത്തിച്ചു കൊടുക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകരെ പറഞ്ഞു കൊടുക്കണം, എന്താ? ഫമിനന്നാസി മൻ യഖൂൽ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ, ദുനിയാവ് മാത്രം ചോദിക്കുന്ന ആളുകളോട് അങ്ങ് പറയണം, നബിയേ, വമാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്. ആഖിറത്തിൽ അവരെ കടന്നു വരുമ്പോ, അല്ലാഹുവിന്റെ പരലോകത്ത് അവരെ എത്തിച്ചേരുമ്പോ, ഒരു പല്ലിമുട്ടായിയുടെ വലിപ്പത്തിന്, ഒരു കപ്പലണ്ടിയുടെ കടലയുടെ വലിപ്പത്തിന്, ഒരു ഈത്തപ്പനക്കുരുവിന്റെ വലിപ്പത്തിന് അല്ലാഹു പ്രതിഫലം നൽകുന്നതല്ല. അങ്ങ് പറഞ്ഞു കൊടുക്കു നബിയേ, പറഞ്ഞു കൊടുക്കു നബിയേ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ ആയത്തിറങ്ങുകയാ. സഹോദരിമാരെ, ശാന്തി നഗറിന്റെ നിങ്ങളുടെ വീടിന്റെ ഉള്ളറകളിൽ നിങ്ങൾ ദുആ ചെയ്യുമ്പോ, അതല്ലെങ്കിൽ വഅലിന്റെ മജ്‌ലിസുകളിൽ ദുആ ചെയ്യാൻ എഴുതി കൊടുക്കുമ്പോ, അതല്ലെങ്കിൽ പരിശുദ്ധമായ ഹറമുകളിൽ നിങ്ങൾ എത്തിച്ചേരുമ്പോ, അതല്ലെങ്കിൽ ഏതെങ്കിലും പ്രധാനപ്പെട്ട സമയങ്ങളിൽ പടച്ചവന്റെ മുന്നിലേക്ക് കരങ്ങൾ ഉയർത്തുമ്പോ, എന്താ പെങ്ങളെ നിങ്ങൾ ദുആ ചെയ്യുന്നത്? അല്ലാഹുവേ, എന്റെ ഭർത്താവ് വിദേശത്താണ്, നല്ല ശമ്പളം വേണമല്ലാ, ആരോഗ്യം വേണമല്ലാ, അയാളുടെ മനസ്സിന് സമാധാനം കൊടുക്കണേ അല്ലാ, എനിക്ക് ശരീരത്തിന് സുഖം നൽകണേ അല്ലാ, എന്റെ മക്കൾ ആരുടെ മുന്നിൽ തലചുറഞ്ഞു നിൽക്കുന്ന അവസ്ഥയിലെത്താണ്, നല്ല വിദ്യാഭ്യാസം എന്റെ മക്കൾക്ക് കിട്ടണേ അല്ലാ, കടങ്ങൾ മാറ്റി തരണേ അല്ലാ, നിങ്ങളുടെ വീട്ടിൽ ഐശ്വര്യം തരണേ അല്ലാ, ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കല്ല അല്ലാ, ആവശ്യത്തിന് മഴ തരണേ അല്ലാ, കൃഷിയിടങ്ങളിൽ ആവശ്യമായ നിലയിലുള്ള വിഭവങ്ങൾ തരണേ തമ്പുരാനെ. ഇങ്ങനെ തുടങ്ങിയിട്ട് നിങ്ങൾ എന്തെല്ലാ കാര്യങ്ങൾ ദുനിയാവിനെ പറ്റി റബ്ബിനോട് ചോദിക്കൂ. കടയിൽ കച്ചവടം തരണേ അല്ലാ, ഇറങ്ങിത്തിരിക്കുന്ന മേഖലകളിൽ ബറക്കത്ത് തരണേ അല്ലാ. അങ്ങനെയെല്ലാം നമ്മൾ പടച്ചവനോട് ചോദിക്കുമ്പോ ഒരാൾ പോലും ചോദിക്കാൻ ചിലപ്പോ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ടെന്നറിയോ? നല്ല മരണം തരണേ അല്ലാ, ആഖിറത്തിൽ ഉന്നതമായ വിജയം തരണേ അല്ലാ, സ്വർഗം തരണേ അല്ലാ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. ഇങ്ങനെ ചോദിക്കാൻ മറന്നു പോകുന്ന സമൂഹത്തോട് 1400 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇറക്കുകയാ. അല്ലാഹു പറയുന്നു, ചില ആളുകളുണ്ട്, അവരാരെന്നറിയോ? യഖൂലു റബ്ബനാ
ആതിനാ ഫിദ്ദുനിയാ. അവര് ദുനിയാവിന്റെ സൗകര്യങ്ങൾ മാത്രം അല്ലാഹുവോട് ചോദിക്കുന്നവരാ. ഇതാര് പറയുന്നതാണ് സഹോദരങ്ങളെ? നമ്മുടെ ദുആകളെ കേൾക്കുന്ന അല്ലാഹ്, നമ്മുടെ ദുആക്ക് ഉത്തരം തരുന്ന അല്ലാഹ്, നമ്മുടെ ഹൃദയത്തിന്റെ വേദനകൾ അറിയുന്ന അല്ലാഹ്, ഹൃദയത്തിന്റെ ചാപല്യങ്ങൾ അറിയുന്ന അല്ലാഹ്, ഹൃദയത്തിന്റെ നൊമ്പരങ്ങൾ അറിയുന്ന അല്ലാഹ്. ഈ പടച്ചതമ്പുരാൻ തന്നെ പറയുകയാണ്, എന്റെ ദാസന്മാരെ, നിങ്ങൾ ദുനിയാവ് മാത്രം എന്നോട് ചോദിച്ചാ വമാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്. ആഖിറത്തിൽ നിങ്ങൾക്ക് യാതൊരു സൗകര്യങ്ങളും അല്ല തരൂല. ഭീകരമായ ബീഭത്സമായ കഠിനമായ കഠോരമായ അല്ലാഹുവിന്റെ കോടതിയുണ്ടല്ലോ, വക്കീലുമാരില്ലാത്ത കോടതിയാ, സാക്ഷികളും പ്രതികളും വാദികളും മാത്രമുള്ള കോടതിയാ. അവിടെ വക്കീലുമാർക്ക് യാതൊരു സ്വാതന്ത്ര്യവുമില്ല, അവിടെ വക്കീലുമാർക്ക് യാതൊരു ഇടപെടലുകൾക്കും കഴിയില്ല. അങ്ങനെയുള്ള റബ്ബിന്റെ മഹ്ശറ വനസഭ, അവിടെ നിങ്ങൾക്ക് വമാ ലഹു ഫിൽ ആഖിറ, ആഖിറത്തിൽ നിങ്ങൾക്ക് അല്ലാഹു തരില്ലല്ലോ മിൻ ഖലാഖ്. യാതൊരു വിഹിതവും നിങ്ങൾക്ക് കിട്ടൂല, യാതൊരു വിഹിതവും നിങ്ങൾക്ക് കിട്ടൂല. 4 സ്ഥലങ്ങളിൽ വിശുദ്ധ ഖുർആൻ റബ്ബന ആതിന എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ കലാമിൽ കാണാം. 5ാമതൊരു സ്ഥലം നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. 4 സ്ഥലങ്ങളിലേ ഉള്ളൂ റബ്ബന ആതിന എന്ന് പറഞ്ഞ് ആരംഭിക്കുന്നത്. ഞങ്ങളുടെ രക്ഷിതാവേ, റബ്ബന ആതിന, ഞങ്ങൾക്ക് നീ നൽകണേ. അതിൽ 4 സ്ഥലങ്ങളിൽ 3 സ്ഥലങ്ങൾ മാത്രം നമ്മൾ ആവർത്തിച്ചു കൊണ്ടിരിക്കണം. ഈ പറഞ്ഞത് ഒരിക്കലും നമ്മൾ ചോദിക്കാൻ പാടില്ല. ദുനിയാവ് മാത്രം ചോദിക്കുന്ന ആളുകൾ, അവർക്ക് വിവരമില്ലായിരുന്നു, ബദുക്കളായിരുന്നു, ബദവികളായിരുന്നു, അയറാബികളായിരുന്നു, ആദിവാസികളായിരുന്നു, വിവരം നന്നേ കുറവുള്ള ആളുകളായിരുന്നു. അവര് പരിശുദ്ധമായ ഹറമിന്റെ മുന്നിലെത്തുമ്പോ അവര് ചോദിക്കുന്നത്, ഞങ്ങൾക്ക് നീ മഴ തരണേ അല്ലാ, ഞങ്ങൾക്ക് നല്ല കൃഷിയിടങ്ങൾ തരണേ അല്ലാ, നല്ല അല്ലാഹു ഹബീബിലൂടെ ലോകത്തെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ ദുനിയാവിനെ പറ്റി മാത്രം ചോദിക്കുന്ന ചില ആളുകളുണ്ട്. ആഖിറത്തിൽ ഒന്നും കിട്ടൂല. വിശുദ്ധ ഇസ്ലാമും വിശുദ്ധ ഖുർആനും എന്ത് ചെയ്യരുത് എന്ന് പറയുക മാത്രമല്ല ചെയ്തിട്ടുള്ളത്, പിന്നെന്ത് ചെയ്യണമെന്ന് കൂടി ഖുർആൻ പറഞ്ഞു. അതാണല്ലോ ഖുർആനിന്റെ പ്രത്യേകത. ഒരിക്കലും വിശുദ്ധ ഖുർആൻ നിങ്ങളത് ചെയ്യരുത് എന്ന് പറഞ്ഞ് ഒരിക്കലും ഇസ്ലാം ഒരു കാര്യം നിരോധിച്ചിട്ടില്ല. ഏതുവരെ? നിങ്ങൾ ഇന്നത് ചെയ്യണം എന്ന് പറയാതെ. ഒരു വഴി അല്ലാഹു തുറന്നു കണ്ടിട്ടുണ്ട്. നിങ്ങൾ പലിശ വാങ്ങരുത്, വിശുദ്ധ ഖുർആൻ. പലിശയിൽ കിട്ടാനുള്ളത് നിങ്ങൾ കളഞ്ഞേക്ക്, വാങ്ങരുത്. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, നിങ്ങൾ അധ്വാനിച്ച് കച്ചവടം ചെയ്ത് നിങ്ങളുടെ ആ മുതല് നിങ്ങൾ വാങ്ങിച്ചോ, ആ മുതലും കൂടി നിങ്ങൾ ഒരിക്കലും അവന് കൊടുക്കണ്ട, അവന് തരാനുള്ള പലിശ കളഞ്ഞേക്ക്. പകരം അവനോട് പറയണം, ഞാൻ തന്ന 1,00,000 രൂപ 1,10,000 രൂപയല്ലേ നീ എനിക്ക് തരേണ്ടത്, 1000 രൂപ പലിശ വേണ്ട മോനെ, എനിക്ക് ഖുർആൻ എന്നെ അല്ലാഹു പഠിപ്പിച്ചത് പലിശയിൽ കിട്ടാനുള്ളത് വിട്ടുകളയാനാ, അതുകൊണ്ട് എനിക്ക് 1000 വേണ്ട, നീ വാങ്ങിയ മുതല് 1,00,000 രൂപ എനിക്ക് തന്നാ മതി. പലിശ വാങ്ങരുത്, 1000 വാങ്ങരുതെന്ന് പറഞ്ഞ ഖുർആൻ എന്ത് ചെയ്യണമെന്ന് കൂടി പറഞ്ഞു, മുതൽ വാങ്ങിക്കൊള്ളാൻ പറഞ്ഞു. അല്ലാഹു ആരെയും ആക്രമിക്കൂല, അല്ലാഹു ആരെയും ഒരിക്കലും അക്രമകാരികളിൽ പെടുത്തില്ല എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, നിങ്ങൾ അങ്ങനെ ദുആ ചെയ്യരുത്, ദുനിയാവ് മാത്രം. നമുക്ക് കിട്ടുന്ന അവസരങ്ങളിലൊക്കെ നമ്മൾ ദുആ ഇറക്കുമ്പോൾ അല്ലാഹുവിനെ അറിയാലോ നമ്മൾ ചോദിക്കുന്നത്, നമ്മൾ ഇങ്ങനെ ദുനിയാവിന്റെ കാര്യങ്ങൾ മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് പാടില്ല. ചോദിക്കുമ്പോ എങ്ങനെ ചോദിക്കണം? തൊട്ടടുത്ത 202-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല വളരെ വ്യക്തമായി പറഞ്ഞു. 201-ാമത്തെ ആയത്തിൽ, ആദ്യം പറഞ്ഞ 200-ാമത്തെ ആയത്താണ്. തൊട്ടടുത്ത ആയത്തിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് കൂടി അല്ലാഹു പറഞ്ഞു. എന്താ നമ്മൾ ചെയ്യേണ്ടത്? അല്ലാഹു പറയുകയാണ്, വമിൻഹും മൻ യഖൂൽ, എന്നാ ചില ആളുകളുണ്ട്, അവരാരെന്നറിയോ? അവര് പറയുന്നത്, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ.
സഹോദരിമാരെ, ഈ ദുആ നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഒരു സന്തോഷത്തിന്റെ അല്ലെങ്കിൽ ചേർത്തു നിർത്തലിന്റെ ഒരു കരുതലിന്റെ ആയത്തായി നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട ആയത്താ. ഈ ആയത്തിനെ സംബന്ധിച്ച് ഞാനൊരു അരമണിക്കൂർ പറഞ്ഞോട്ടെ. വിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്ന ഈ ആയത്തുണ്ടല്ലോ, ഏതാണ്? റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന, അല്ലാഹുവേ ദുനിയാവിൽ ഞങ്ങൾക്ക് ഹസനത്ത് നൽകണേ അല്ലാ, വഫിൽ ആഖിറതി ഹസന, ആഖിറത്തിൽ ഞങ്ങൾക്ക് ഹസനത്ത് നൽകണേ അല്ലാ. പടച്ചവനെ, ദുനിയാവിന്റെ ഹസനത്തുകൾ കിട്ടുമ്പോ അല്ലാഹുവേ നിന്നെ മറന്നു പോകാതെ, നിന്നെ ഒരിക്കലും മറന്നു പോകാതെ ജീവിതത്തെ ഏറ്റവും നല്ല ശുദ്ധിയോടെ ജീവിക്കാ റബ്ബേ നീ ഇടയാക്കിയിട്ട് വഖിനാ അദാബന്നാർ, കത്തിയാളുന്ന നരകത്തിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ എന്ന് ദുആ ചെയ്യാ. വിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞതാ. എന്റെ സഹോദരങ്ങളെ, നമ്മുടെ ദുആകളിൽ ഈ ദുആ ഇല്ലാത്തൊരു ദുആ പാടില്ല. അതിനെ സംബന്ധിച്ച് വളരെ കുറഞ്ഞ വാക്കിൽ ഞാനൊന്ന് പറയട്ടെ. എന്താണ് ആ ദുആയുടെ പ്രത്യേകത എന്നറിയോ സഹോദരങ്ങളെ? എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഉൾക്കൊള്ളപ്പെട്ടിട്ടുണ്ട്. ഏത് വിഷയമാണ് അതിലില്ലാത്തത്? റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന എന്ന് പറഞ്ഞ, ദുനിയാവിൽ ഞങ്ങൾക്ക് ഹസനത്ത് നൽകണേ എന്ന് പറഞ്ഞ ഏതൊരു കാര്യത്തിന് വേണ്ടി ഒരാൾ ഇറങ്ങുവോ അപ്പോൾ ദുആ ചെയ്യണം, പടച്ചവനെ എനിക്കത് തരണേ എന്നല്ല ദുആ ഇറക്കേണ്ടത്. കാരണം എന്തെന്നറിയോ? അതിലെന്തെല്ലാം മോശമായ വശങ്ങളുണ്ടെന്ന് നമുക്കറിയില്ല. അതറിയുന്നത് പടച്ചവന് മാത്രമാ. അതുകൊണ്ട് അല്ലാഹുവേ, ഒരു വിവാഹത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന ഒരു പുരുഷൻ, ഒരു ചെറുപ്പക്കാരന്, അല്ലാഹുവേ ഇന്ന വീട്ടിലെ ഇന്ന പെണ്ണിനെ എനിക്ക് തരണേ അല്ലാ, ഒരിക്കലും അങ്ങനെ ദുആ ചെയ്യരുത്. അവന് ദുആ ഇറക്കേണ്ടത്, അല്ലാഹുവേ വിവാഹത്തിലേക്ക് ഞാൻ ശ്രദ്ധ തിരിക്കുകയാ, ഇനി എനിക്കൊരു പെണ്ണന്വേഷിക്കണോ, എനിക്ക് ജീവിതത്തിന്റെ സഖിയായി, എന്റെ ജീവിതത്തിന്റെ പകുതിയായി, ദീനിന്റെ പകുതിയായി ഒരു പെണ്ണിനെ എനിക്ക് വേണമല്ലോ, എന്റെ ഹബീബിന്റെ സുന്നത്തല്ലേ. അതുകൊണ്ട് റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന, ആ ദുനിയാവിലെ എന്റെ ഇണയെ നീ ഹസനത്താക്കി തരണേ അല്ലാ. അല്ലാതെ അല്ലാഹുവിനോട് ഇന്ന പെണ്ണെനിക്ക് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ വിഭാഗത്തിലായി പോകും. ദുനിയാവിനെ പറ്റി മാത്രം ചോദിക്കുന്നതാകും. എന്നാൽ നിനക്ക് ഈ പെണ്ണ് ആഖിറത്തിൽ ഉപകരിക്കൂല. നീ ചോദിക്കേണ്ടത്, പടച്ച റബ്ബേ ഞാൻ വൈവാഹിക ജീവിതത്തിന്റെ പ്രഥമഘട്ടത്തിലാണ്, അതുകൊണ്ട് എനിക്ക് നീ ദുനിയാവിലെ ഹസനത്ത് തരണേ അല്ലാ, ഈ വൈവാഹിക ജീവിതത്തിന്റെ ഹസനത്ത് എനിക്ക് ദുനിയാവിലെ തരണേ അല്ലാ എന്ന് പറഞ്ഞാൽ അല്ലാഹു നിനക്ക് തരുന്നത് ഹസനത്തല്ലാത്ത ഭാര്യയെ തരൂല, ഹസനത്തല്ലാത്ത ഭർത്താവിനെ നിനക്ക് തരൂല പെങ്ങളെ എന്ന് പറഞ്ഞാൽ കാണാൻ കുറച്ച് മുഞ്ച് കുറവായിരിക്കും, ചിലപ്പോൾ അവന് പണമില്ലാതിരിക്കും, ചിലപ്പോൾ അവൾക്ക് കുടുംബത്തിന്റെ തറവാടിന്റെ മഹിമ ഇല്ലാതിരിക്കും. പക്ഷേ നിന്നെ ഹൃദയം തന്ന് സ്നേഹിക്കാ, ചങ്ക് പറിച്ച് നിനക്ക് തരാ, നിന്നോടൊപ്പം ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നിൽക്കാ, സന്തോഷ സന്താപ സമ്മിശ്രമാക ജീവിതത്തിന്റെ വഴിത്താരകളിൽ നിന്നോടൊപ്പം കൂടെ നിൽക്കാ. അവൾക്ക് കഴിഞ്ഞെന്ന് വരൂലേ, അവന് സാധിച്ചെന്ന് വരൂലേ. അതുകൊണ്ട് നീ എപ്പോഴും അല്ലാഹുവിനോട് ചോദിക്കേണ്ടത് ഹസനത്താകണം. എന്നിട്ട് നിന്റെ മനസ്സിൽ ചിന്തിക്കേണ്ട വിവാഹമാകണം. അതിൽ അല്ലാഹു ഹസനത്തായ ഭാര്യ നിനക്ക് തരും. ഇല്ലെങ്കിലോ നിന്നെ ഉറക്കി കിടത്തിയിട്ട് കണ്ണി കണ്ടവന്റെ കൈ പിടിച്ചു പോകും പെങ്ങള്, കണ്ണി കണ്ടവന്റെ കൈ പിടിച്ചു പോകും ചെറുപ്പക്കാരാ. നിന്നെ ഉപേക്ഷിച്ചുകൊണ്ട് കണ്ടവളോടൊപ്പം കറങ്ങി നടക്കും ചെറുപ്പക്കാരിയെ. അതുകൊണ്ട് ചോദിക്കേണ്ട, എനിക്ക് എന്റെ വിവാഹ ജീവിതത്തിൽ ഹസനത്ത് തരണേ അല്ലാ. ഒരു വീട് വെക്കുന്ന വിഷയത്തിലാണെങ്കിലും അങ്ങനെ തന്നെ. വൈവാഹിക ജീവിതത്തിന്റെ കാര്യം പറയുമ്പോ ഒരു കാര്യം നമ്മൾ അടിവരയിട്ട് ചിന്തിക്കേണ്ടതുണ്ട്. മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സഹാബി വര്യനാ, അവിടുത്തെ പ്രിയപ്പെട്ട സദീറത്തിനാണ് സഖാവ. ആ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു ദർസ് എടുക്കുകയാ. നൂറുകണക്കിന് ശിഷ്യന്മാർ ഖുർആൻ പഠിക്കാൻ, ഹദീസ് പഠിക്കാൻ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹുവിന്റെ ക്ലാസ്സിൽ എത്തുക പതിവാ. ഒരു ദിവസം അദ്ദേഹത്തിന് എവിടെയോ ഒരു യാത്രയുണ്ട്. ആ സമയത്ത് ക്ലാസ് മുടങ്ങി പോകുമോ എന്ന് ആശങ്കപ്പെടുമ്പോ സഈദ് ഇബ്നുൽ മുസയ്യിബിന്റെ പ്രിയപ്പെട്ട പൊന്നുമോൾ വന്നിട്ട് പറയുകയാ, പ്രിയപ്പെട്ട വാപ്പാ, ഞാൻ
ഞാൻ ദർസെടുക്കട്ടെ, ഞാൻ ഖുർആൻ പഠിപ്പിക്കട്ടെ. അങ്ങനെ വാപ്പയുടെ അനുവാദം വാങ്ങി മറയ്ക്കപ്പുറത്തിരുന്നു കൊണ്ട് മറയ്ക്കപ്പുറത്തുള്ള നൂറുകണക്കിന് ശിഷ്യന്മാരെ പഠിപ്പിക്കുകയാ. അങ്ങനെ പഠിപ്പിച്ചു, നല്ല നിലയിൽ അവർ പഠിച്ചു. സഹോദരങ്ങളെ, സഈദ് ഇബ്നുൽ മുസയ്യിബ് തങ്ങളുടെ ഈ പ്രിയപ്പെട്ട പൊന്നുമോള് വിവാഹപ്രായമെത്തി. ആ സമയത്ത് ആരാണ് കല്യാണം കഴിച്ചതെന്നറിയോ? സുബ്ഹാനല്ലാഹ്, സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട ശിഷ്യനാണ് കല്യാണം കഴിച്ചത്. എന്താണ് ആ ശിഷ്യന്റെ പ്രത്യേകത എന്നറിയോ? ചരിത്രത്തിൽ ആദ്യമായി ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുന്ന ചെറുപ്പക്കാരൻ അതേ ഭാര്യയുടെ ശിഷ്യനാകുന്ന രംഗമാണ്. എന്ന് പറഞ്ഞാൽ വാപ്പയില്ലാത്തപ്പോ ദർസെടുത്തു കൊടുത്തപ്പോ ആ മകളിൽ നിന്ന് അള്ളാന്റെ ഖുർആൻ പഠിച്ച ഭർത്താവ് തന്റെ ജീവിതത്തിൽ തന്റെ മാരനായി കടന്നു വരികയാ. സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹുവിന്റെ മരുമകന് തന്റെ മകളെ ഖുർആൻ പഠിപ്പിച്ചു കൊടുത്ത മകളുടെ ശിഷ്യനാണ്, തന്റെ ശിഷ്യനാണ്. അങ്ങനെ ഒരു ഭാഗ്യമാ മഹദിക്ക് കിട്ടി. താൻ പഠിപ്പിച്ച തന്റെ ശിഷ്യനെ തന്റെ ജീവിതത്തിന്റെ മാരനായി കിട്ടുന്ന സന്തോഷമാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഒരു ദിവസം തന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് വാപ്പയുടെ അടുത്ത് വന്നിട്ട് പറയുമ്പോ സംസാരിക്കുന്നതിനേല് വാപ്പ ചോദിച്ചു, മോളെ തഫ്സീർ മുഴുവനും പഠിച്ചോ? ഖുർആനിന്റെ എല്ലാ ആശയങ്ങളെയും നീ പഠിച്ചോ? പഠിച്ചു വാപ്പാ. പക്ഷേ ഒരായത്ത് എനിക്ക് സംശയമുണ്ട്. ഏതായത്താണ് മോളെ? ചോദിക്കും, ഞാൻ പറഞ്ഞു തരാ. സഈദ് ഇബ്നുൽ മുസയ്യിബിനോട് പൊന്നുമോള് ചോദിക്കുന്നു, വാപ്പാ, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന, ദുനിയാവിലും ആഖിറത്തിലും ഹസനത്ത് തരണേ എന്ന് ദുആ ചെയ്യാറുണ്ടല്ലോ. ഈ ആയത്തിൽ ആഖിറത്തിലെ ഹസനത്തിലേക്ക് തിരിയും വാപ്പാ. അത് സ്വർഗ്ഗമല്ലേ, പടച്ചവനല്ലേ? പക്ഷെ ദുനിയാവിലെ ഹസനത്ത് ഏതാണ് വാപ്പാ എന്ന് ചോദിക്കുമ്പോ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു പൊന്നുമോളോട് പറയുകയാണ്, പൊന്നുമോളെ, ദുനിയാവിലെ ഹസനത്ത് ഏതെന്നറിയോ? ആ ദുനിയാവിലെ ഹസനത്ത് സൗജത്തുൻ സാലിഹാ, ഒരു പുരുഷന് കിട്ടുന്ന ദുനിയാവിലെ ഹസനത്ത് സദ്വൃത്തയായ ഭാര്യയാണ്, സദ്വൃത്തയായ പെണ്ണാണ്. അവന് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യ ദുനിയാവിൽ അവന്റെ സ്നേഹനിധിയായ ഭാര്യ. സഹോദരങ്ങളെ, ഒരു ഭാര്യ ഭർത്താവിനോട് അടുക്കുമ്പോൾ ലോകത്താർക്ക് അടുക്കാൻ പറ്റോ? ഞാനും എന്റെ പ്രിയപ്പെട്ട സ്നേഹിതന് സഈദ് മന്നാനിയെ 2 വർഷം ഒരേ ക്ലാസ്സിലിരുന്ന് ഒരേ ഗുരുനാഥന്മാരുടെ ഗുരുമുഖത്തിനും അറിവ് പഠിച്ചവരാ. ആ സമയത്ത് ഞാനും എന്റെ പ്രിയ സ്നേഹിതനും 2 വർഷം ജാമിഅ മന്നാനിയ സർവകലാശാലയിൽ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ അടുത്തിട്ടുണ്ടോ? അടുത്തിട്ടുണ്ട്, പക്ഷേ എത്ര അടുക്കാൻ കഴിയോ? സഹോദരങ്ങളെ, വർഷങ്ങളായി പള്ളിയിലെ ഇമാമാണല്ലോ, ജമാഅത്തിന്റെ പ്രസിഡന്റ് ഇമാമുമായിട്ട് അടുക്കാൻ പറ്റിയാൽ എത്ര അടുക്കാൻ പറ്റോ? എന്നാ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ പൊന്നു മക്കളോട് നമുക്ക് സ്നേഹമുണ്ടല്ലോ, അടുക്കാൻ പറ്റിയാൽ വാപ്പയ്ക്ക് മക്കളോട് എത്ര അടുക്കാൻ പറ്റും? ഒരു ഉമ്മയ്ക്ക് തന്റെ മക്കളോട് എത്ര അടുക്കാൻ പറ്റും? ആ അടുപ്പത്തിനൊരു പരിമിതിയുണ്ട്, ലിമിറ്റ് ഉണ്ട്. പക്ഷേ ലിമിറ്റ് ഇല്ലാത്ത, പരിധിയില്ലാത്ത അടുപ്പമേതാ? അല്ലാഹു പറഞ്ഞു, ഹുന്ന ലിബാസുൽ ലക്കും വഅംദുൽ ലിബാസുൽ ലഹു. നിങ്ങൾ പരസ്പരം വസ്ത്രങ്ങളാണ്. ഈ ശരീരത്തോട് കണ്ടില്ലേ എന്റെ ജുബ്ബ തട്ടിക്കിടക്കുന്നത്? എന്റെ നഗ്ന ശരീരത്തെ മറച്ചിരിക്കുന്നത് എന്റെ ജുബ്ബയാ, എന്റെ മുണ്ടാണ്. സഹോദരങ്ങളെ, നിങ്ങളെ പാന്റാണ്, നിങ്ങളുടെ ഷർട്ടാണ്. പെങ്ങന്മാരെ, നിങ്ങളുടെ നഗ്ന ശരീരങ്ങളെ മറച്ചിരിക്കുന്ന നിങ്ങളുടെ പർദ്ദയാണ്, ചുരിദാറാണ്. ഇത്രത്തോളം നിങ്ങളുടെ നഗ്നതയോട് ചേർന്നിരിക്കുന്ന നിങ്ങളുടെ വസ്ത്രമാണെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരെ പറ്റി അല്ലാഹു പറയുന്നു, ഹുന്ന ലിബാസുൽ ലക്കും വഅംദുൽ ലിബാസുൽ ലഹു. നിങ്ങൾ പരസ്പരം വസ്ത്രങ്ങളാണത്രേ. ആ അടുപ്പത്തിന്റെ അപ്പുറത്ത് മറ്റൊരു അടുപ്പമില്ല. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യനെ കിട്ടുന്ന ദുനിയാവിലെ ഏറ്റവും വലിയ സൗഭാഗ്യമേതാ? അവന്റെ സ്നേഹനിധിയായ ഭാര്യയാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് സഈദ് ഇബ്നുൽ മുസയ്യിബ് തങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോൾ വൈവാഹിക ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോ അള്ളാന്റെ ഖുർആനിന്റെ തഫ്സീർ പറഞ്ഞു കൊടുക്കുന്ന വാപ്പയുടെ പറച്ചിലെന്താ? ഏറ്റവും
ഏറ്റവും നല്ല ഹസനത്ത് പൊന്നുമോളെ, നീ പോകുന്ന വീട്ടില് നിന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് നല്ല ഭാര്യയായി മാറലാണ് മോളെ. അതുകൊണ്ട് കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുപ്പക്കാരാ, കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുപ്പക്കാരിയെ, നീ വൈവാഹിക ജീവിതത്തിന്റെ പ്രഥമഘട്ടത്തിലേക്ക് കാലെടുത്തു വെക്കുമ്പോ നീ ചിന്തിക്കേണ്ടത് നിന്റെ വിവാഹ സന്തോഷത്തിന്റെ ആ സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ നിമിഷങ്ങളാകുമ്പോ നീ ദുആ ചെയ്യണം, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന. അല്ലാഹുവേ, എനിക്ക് ഈ വിവാഹത്തിലെ ഹസനത്തായ ഇണയെ തരണേ അല്ലാ. ദുനിയാവിലെ ഏത് വിഷയങ്ങൾ, ഒരു വീട് വെക്കാൻ ഇറങ്ങുന്നു, അല്ലാഹുവേ നല്ല വീട് തരണേ റബ്ബേ, അങ്ങനെ ചോദിക്കരുത്. പടച്ചവനെ, ആളുകൾ വന്നിട്ട് അമ്പരന്ന് നിൽക്കണം, അങ്ങനത്തെ വീട് തരണം, ഇത് പറയാൻ പറ്റില്ല. രണ്ട് കാരണം: ഒന്ന്, വിവരമില്ലാത്തൊരു സമൂഹം നമ്മുടെ നാട്ടിലുണ്ട്. മറ്റൊന്ന്, ദുർമന്ത്രവാദികൾ ഇതിന്റെ പേരിൽ കുറെ പൈസ ഒപ്പിക്കാൻ വേണ്ടിയിട്ട് കള്ളത്തരങ്ങളും പറഞ്ഞു. ഞാൻ രണ്ടിന്റെ കൂടെ നിൽക്കൂല. രണ്ടിന്റെ ഇടയിൽ മധ്യമായ വഴിയിലേ ഞാൻ പോകുള്ളൂ. നല്ല മന്ത്രവാദികളുണ്ട്, ഞാൻ ആ വിഷയത്തെ പറ്റി പറയുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ വീടുകളിൽ ചില വീടുകൾ ദുശകുനം, അല്ലെ ഉസ്താദേ? ശകുനവും ദുശകുനവും, അങ്ങനല്ലേ? 3 കാര്യങ്ങൾ. ആ 3 കാര്യങ്ങള് നന്നായ രക്ഷപ്പെട്ടു. മസ്കൻ, മർകബ്, മർകബ്, മസ്കന്, മർഅത്ത്. ഇത് 3 നമുക്ക് നല്ലത് കിട്ടിയ അൽഹംദുലില്ലാഹ്. ഒന്ന്, നല്ല വീട്. എവിടെ പോയാലും ശാന്തി നഗറിൽ ഈ റബ്ബർ കാട്ടിന്റെ ഇടയിലെ വീട്ടിൽ നമുക്ക് വന്ന് കാലും കൈയൊക്കെ അങ്ങനെ വിശാലമായി നീട്ടി വെച്ച് കിടന്നാലല്ലാതെ നമുക്ക് നന്നായിട്ട് ഉറക്കം വരുമോ? 5 സ്റ്റാർ ഹോട്ടലിൽ റൂം എടുത്താൽ നമുക്ക് ഇത്രയും സന്തോഷം കിട്ടുമോ? നമ്മുടെ വീട്ടിൽ വന്ന് നമ്മുടെ ബെഡ്റൂമിൽ കിടക്കുമ്പോൾ ഉള്ള സുഖം വേറെ എങ്ങും കിട്ടൂല. പക്ഷെ വീട്ടിൽ വരുമ്പോ സമാധാനം ഇല്ലെങ്കിലോ? വീട്ടിൽ വന്നാൽ എപ്പോഴും വയറുവേദന, വീട്ടിൽ എപ്പോഴും വന്നാലും കഷ്ടപ്പാട്, പ്രയാസം, അങ്ങനെയൊക്കെ പലർക്കും ഉണ്ട്. അത് പ്രശ്നമുള്ള വീടുകളാണ്. ഇനിയിപ്പോ ഇതിന്റെ പേരിൽ ആരും വീട് മാറാൻ നിൽക്കേണ്ട. എനിക്ക് അല്ലാഹ് കരുതി മന്ത്രവാദം ഒന്നും ഇല്ലേട്ടാ, ഞാനിത് പറയാം. നിങ്ങൾ ഇനിയിപ്പോ മുസ്ലിം മന്ത്രവാദം തുടങ്ങിയിട്ടുണ്ട്, ആളെ കൂട്ടാൻ വേണ്ടി. അങ്ങനെ ഒരു സ്വന്തമായി നൂലോതി കെട്ടാനുള്ള സമയമില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് വളരെ ഗൗരവത്തിൽ നിങ്ങൾ ചിന്തിക്കണം. രണ്ടാമത്, മർക്കബ്. നല്ലൊരു വണ്ടി വേണം, നല്ല വണ്ടി വേണം, ഏറ്റവും നല്ല വണ്ടി എടുക്കണം. എന്ന് പറഞ്ഞാൽ ആർഭാടമില്ലാത്ത നിലയിൽ നല്ല വണ്ടി എടുക്കണം, നല്ലൊരു വാഹനം വേണം അത്യാവശ്യത്തിന്. ആളുകൾ പറയും പണത്തിന്റെ കൊഴുപ്പ, പണത്തിന്റെ തിളപ്പ, അതൊക്കെ പറഞ്ഞോട്ടെ. അവരിനി വിനയമുള്ള വലിയ കാളി കുലാത്തി എന്ന് പറഞ്ഞാൽ നമ്മൾ കഷ്ടപ്പെടേണ്ട യാത്രയില്. നമുക്ക് ഇവിടെ നിൽക്കുമ്പോ ഉടനെ തിരുവനന്തപുരത്ത് പോകണം. തിരുവനന്തപുരത്ത് പോകുമ്പോ പെട്ടെന്നാണ് കോള്, നമ്മൾ കച്ചവടക്കാരനാണ്, ഉടനെ എറണാകുളത്ത് പോകണം. അപ്പോഴും വിനയത്തിന്റെ പേരിൽ 50,000 രൂപ വണ്ടി എടുത്താൽ ഇവിടെ നിന്ന് കവടിയാറെത്തുമ്പോഴേക്ക് സൈഡിൽ പിടിച്ചിടും. 3 മണിക്കൂർ വേണം അത് ശരിയാക്കി എടുക്കാൻ. വിനയം കൂടിപ്പോയി. അത് ശരിയാക്കി എടുത്തപ്പോഴേക്കും അവിടുത്തെ കച്ചവടം മുടങ്ങി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ലൊരു വണ്ടി, അതിൽ പ്രശ്നമുണ്ട്, നന്മയുമുണ്ട്. മൂന്നാമത്തേത് മർഅത്ത്, ഭാര്യ. കെട്ടിയോള് നല്ലതാണോ? അൽഹംദുലില്ലാഹ്, സമാധാനമുണ്ട്. ഇനി കെട്ടിയോള് പ്രശ്നമാണോ? ഇനി നല്ല വണ്ടിയും നല്ല കാറും നല്ല വീടും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ സാധനം ശരിയല്ലെങ്കിൽ തീർന്നു. അതുകൊണ്ട് ഈ 3 കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് വീട് വെക്കാൻ ഇറങ്ങുമ്പോഴും, കല്യാണം കഴിക്കാൻ ഇറങ്ങുമ്പോഴും, അതുപോലെ വാഹനം എടുക്കാൻ ഇറങ്ങുമ്പോഴും, കൃഷിക്ക് വേണ്ടി ഇറങ്ങുമ്പോഴും, വസ്തുക്കൾ വാങ്ങിച്ചു കൂട്ടുമ്പോഴും, ഏത് കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോഴും നമ്മൾ ദുആ ചെയ്യണം, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന. യാ അല്ലാഹ്, സർവശക്തനായ റബ്ബേ, ഈ വിഷയത്തിൽ എനിക്ക് എന്താണ് ഖൈറെന്ന് അറിഞ്ഞൂടാ, നീ ഹസനത്ത് മാത്രമേ എനിക്ക് തരാവുള്ളൂ തമ്പുരാനെ, അല്ലാത്ത തരല്ലേ തമ്പുരാനെ എന്ന് ദുആ വേണം ഇറങ്ങാൻ. ഇതാണ് നമ്മൾ ചെയ്യേണ്ട ദുആ. എന്നിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, രണ്ടാമത് അവൻ ആ ദുആ തന്നെ ചെയ്യുമ്പോ പറയണം, ദുനിയാവിൽ മാത്രമല്ല വഫിൽ ആഖിറതി ഹസന. അല്ലാഹുവേ, ആഖിറത്തിൽ എനിക്ക് ഹസനത്ത് തരണമല്ലാ. അത് തൈസീറുൽ ഹിസാബ, വിചാരണ എളുപ്പമാവല, ഹിസാബ് യസീർ കിട്ടല. 2 റക്അത്ത് ശാന്തിനഗർ പള്ളിയുടെ അകത്ത് നമസ്കരിച്ച സമയം മാത്രം ശാന്തിനഗറിലെ ഈ കുഗ്രാമത്തിലെ, ഈ പ്രാന്തപ്രദേശത്തെ, ഈ ഉൾനാട്ടിലെ, ഈ നാട്ടിലെ ഏതോ ഒരു വീട്ടിൽ നീ നമസ്കരിച്ച 2 റക്അത്ത് നമസ്കാരമുണ്ടല്ലോ ഉമ്മ. ആ നമസ്കാരത്തിന്റെ സമയത്തില് അല്ലാഹു നിന്റെ വിചാരണ അങ്ങ് പൂർത്തി
പൂർത്തീകരിക്കുകയാണ്. അതാണ് ഒന്നാമതായി തൈസീറുൽ ഹിസാബ്, ആഖിറത്തിലെ ഹസനത്ത് അതാണ്. രണ്ടാമത്തേതോ അൽ അംനു മിനൽ ഫസഇൽ അക്ബർ, ഭീകരമാണ് പെങ്ങളെ, മഹ്ശറ ഭീകരമാ. ഇവിടെ സഖാബ് പിണറായി വിജയന്റെ പോലീസ് ഏതെങ്കിലും ഒരു വളവിൽ കൈ കാണിക്കുന്നു എന്നറിയുമ്പോ ആ പോലീസുകാരെ കൈ കാണിച്ചത് നീ സീറ്റ് ബെൽറ്റ് ഇടാത്തതിന്റെ പേരിലാണ്, അതല്ലെങ്കിൽ നീ ഹെൽമറ്റ് വെക്കാത്തതിന്റെ പേരിലാ, അല്ലെങ്കിൽ പൊല്യൂഷൻ ഇല്ലാത്തതിന്റെ പേരിലാ, അല്ലെങ്കിൽ ലൈസൻസ് ഇല്ലാത്തതിന്റെ പേരിലാ, അല്ലെങ്കിൽ നിനക്ക് ബുക്കും പേപ്പറും RC ഓണറായ നീ അതിന്റെ ക്ലിയറൻസ് വരുത്താത്തതിന്റെ പേരിലാ. ഇതിന്റെ പേരിൽ നിന്നെ പോലീസ് പിടിച്ചാൽ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാക്കിയിട്ടവൻ നിന്റെ കൈറ്ററിന്റെ ചുറ്റളവിലുള്ള അധികാര സ്ഥാനം വഹിക്കുന്നവന്റെ മുമ്പിൽ നിനക്ക് നിൽക്കാൻ എത്ര പേടിയാണ്, ഭയമാണ്, വിറയലാണ്. എന്നാൽ ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ച അല്ലാഹ്, സംരക്ഷിക്കുന്ന അല്ലാഹ്, സംഹരിക്കുന്ന അല്ലാഹ്, ജഗപരിപാലകനായ അല്ലാഹ്, സർവലോക സംവിധായകനായ അല്ലാഹ്, സർവാധിനാഥനായ അല്ലാഹ്, സർവേശ്വരനായ അല്ലാഹ്, സർവഗുണ സമ്പൂർണനായ അല്ലാഹ്, സർവലോക സൃഷ്ടിസ്ഥിതി സംഹാരകർത്താവായ അല്ലാഹ്, ആ പടച്ച തമ്പുരാന്റെ കോടതി ഉണ്ടല്ലോ, ആ കോടതി വല്ലാത്ത കോടതിയാണ്. ഇന്ന് നമ്മൾ വിയർക്കും പോലെയല്ല അന്ന് വിയർക്കുക. ഇന്ന് വിയർത്താൽ നമ്മൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം നനയും, പക്ഷേ മഹിഷറയിലെ വിയർപ്പ് അങ്ങനെയല്ല. കണങ്കാല് വരെ, മുട്ടുവരെ, അരവരെ, കഴുത്തട്ടം വരെ ചിലർ വിയർപ്പിൽ മുങ്ങിത്താണ് പോകും. എന്തുകൊണ്ടെന്നറിയോ? ഒരു ചാൺ മുകളിലാണ് സുഖുന്നത്, അടിയിലാണെങ്കിലോ ചെമ്പ് തറയാണ്. സഹോദരങ്ങളെ, ആ സമയത്ത് നമ്മൾ ഭീകരതയിൽ നിന്ന് രക്ഷപ്പെടണം. അതിനാണ് അല്ലാഹുവിനോട് ചോദിക്കുന്നത്, വഫിൽ ആഖിറതി ഹസന, ആഖിറത്തിൽ ഞങ്ങൾക്ക് ഹസനത്ത് നൽകണേ തമ്പുരാനെ. മൂന്നാമത് ആഖിറത്തിൽ തന്നെ സഹോദരങ്ങളെ, ഒന്ന് തൈസീറുൽ ഹിസാബ്, വിചാരണ ലഘൂകരിക്കലാണ്. രണ്ട് ഭീകരമായ നിമിഷത്തിൽ നിന്ന് രക്ഷപ്പെടലാണ്. മൂന്നാമത്തേത് നമ്മൾ ഏറ്റവും കൂടുതൽ കാമിക്കുന്ന, ഇഷ്ടപ്പെടുന്ന, ആഗ്രഹിക്കുന്ന നമ്മുടെ വികാരമുണ്ടല്ലോ, കൈകൊണ്ട് തൊട്ടാൽ പൊട്ടിച്ചിരിക്കുന്ന മണിവീണ കമ്പികളുടെ നാദം കൊണ്ട് മുഖരിതമായ സ്വർഗ, ആ സൽസബീലിന്റെ തസ്നീമിന്റെ സ്വർഗത്തിലേക്ക് നമുക്ക് പ്രവേശനം ലഭ്യമാകുമ്പോ ആ സ്വർഗ പ്രവേശനം എന്ന ദുഖൂലുൽ ജന്ന, ആ സ്വർഗത്തിലേക്ക് കയറുക എന്ന നരകത്തിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. അതുകൊണ്ട് ഇന്നത്തെ രാത്രി മുതൽ നമുക്കൊരു മാറ്റം ഉണ്ടാവണം. എന്ത് ദുനിയാവ് കാര്യങ്ങളോ ചോദിക്കാം, ഏത് കാര്യങ്ങളും പടച്ചവനോട് ചോദിക്കാം. പക്ഷെ ആ ചോദ്യം നമ്മൾ ചോദിക്കുമ്പോഴും ആഖിറത്തിലെ ഹസനത്ത് കൂടി ചോദിച്ചില്ലെങ്കിൽ അല്ലാഹ് പറയുന്നു, വമാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്, ആഖിറത്തിലൊന്നും കിട്ടൂല. ഇവിടെ ചോദിക്കുന്ന എല്ലാം കിട്ടും. ഒന്ന് ശ്രദ്ധിക്കുക, എല്ലാം കിട്ടും. ഇവിടെ എന്ത് ചോദിച്ചാലും കിട്ടും, പക്ഷെ ആഖിറത്തിലൊന്നും കിട്ടൂല. അതുകൊണ്ട് നമ്മൾ ചോദിക്കേണ്ടത് എന്താണ്? ഈ ദുആ കൃത്യമായി എല്ലാവരും പഠിക്കണം, എല്ലാവരും നിർബന്ധമായും പഠിച്ചിരിക്കണം. ആ പഠനം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിർണായകമാണ്. ഇന്ന് എല്ലാവർക്കും അറിയാമല്ലോ, ഇഷ്ടംപോലെ പാട്ട് പഠിക്കും, ഇഷ്ടംപോലെ ഓരോരുത്തര് ഈ കപ്പിന് വേണ്ടി മത്സരിച്ച, ഫുട്ബോളിന് വേണ്ടി മത്സരിച്ച രാജ്യത്തെയും അതിന്റെ കൃത്യമായി ഫോർവേഡ് കളിക്കുന്നവനെയും ഗോൾ കീപ്പറുടെയും ഒക്കെ പേരുകൾ പറയുന്ന കേട്ടാൽ ഇത്രയും കടുപ്പ്, ഏറ്റവും വലിയ കടുപ്പമുള്ള പേരുകൾ സഹാബത്തിന്റെ പേരാ. പലരുടെയും പേരുകൾ ബദരിയത്ത് ചെല്ലുന്നവർ കൃത്യമായിട്ട് അറിയാം. അല്പ പ്രയാസമുണ്ട് അവരുടെയൊക്കെ പേര് പഠിക്കാൻ. പക്ഷെ അതിനേക്കാളും ഒക്കെ എത്രയോ ബുദ്ധിമുട്ടാണ് ഈ പേരുകളൊന്ന് പഠിക്കാൻ. അതൊക്കെ നമ്മുടെ മക്കൾക്ക് നന്നായിട്ട് അറിയാം, എല്ലാവർക്കും അറിയാം. പക്ഷേ ഞാനൊന്ന് ചോദിക്കട്ടെ, ഒരു ചെറിയ ആയത്താൻ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ, ഇത് അറിഞ്ഞൂടാത്ത ഒരു മേത്തനുണ്ടോ? ഒരു മേത്തനുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്ക്. ഇത് അറിഞ്ഞൂടാത്ത ഏതെങ്കിലും ഒരുത്തനുണ്ടെങ്കിൽ അവന്റെ കാവം മുസ്ലിമാണെന്ന് പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? എല്ലാവർക്കും മനപ്പാടുള്ള ഒരായത്തല്ലേ ഇത്. അതുകൊണ്ട് നമ്മുടെ ദുആകളിൽ ഇത് ചേർക്കണം. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, ഒരിക്കൽ മഹാനായ ഖത്താദ റളിയല്ലാഹു അൻഹു അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, റസൂൽ ഏറ്റവും കൂടുതൽ ദുആ രക്കുന്നത് ഏതാന്ന് ചോദിച്ചു. ഏറ്റവും കൂടുതൽ നബി തങ്ങൾ ദുആ രക്കുന്നത് ഏത് ദുആയാണ്? ആ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
ഏറ്റവും കൂടുതൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ പ്രാർത്ഥന ഏറ്റവും കൂടുതൽ ഏത് ദുആയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോ ഖത്താദ റളിയല്ലാഹു അൻഹുവിനോട് അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു. എന്താ അനസ് നിങ്ങൾ പറയാൻ കാരണം? 10 വർഷക്കാലം ചെരുപ്പെടുത്തു കൊടുക്കാനും വെള്ളം ചൂടാക്കി കൊടുക്കാനും വടിയെടുത്ത് കയ്യിൽ കൊടുക്കാനും ഏതെങ്കിലും മരുഭൂമിയിൽ പോകുമ്പോ നമസ്കാരത്തിന് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനും ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുമ്പോ ഒരു കൈ സഹായം ചെയ്യാനും ഒക്കെ 10 വർഷക്കാലം അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു തങ്ങളുടെ ഖാദിമായിരുന്നു, സെർവന്റ് ആയിരുന്നു, അല്ലാഹുവിന്റെ ഹബീബിന്റെ സേവകനായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാം ഒപ്പിയെടുത്തിരുന്നു. ആ ഒപ്പിയെടുത്ത അനുഭവത്തിൽ നിന്നുകൊണ്ട് അനസ് തങ്ങളോട് ചോദിക്കുകയാണ്, ഖത്താദ തങ്ങൾ റസൂലുള്ളാഹി തങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്തിരുന്ന ദുആ ഏതാ? മഹാനവറുകൾ പറഞ്ഞത് റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. നമ്മുടെ വയല് കൊണ്ട് നേട്ടം ഉണ്ടാവണം. ഇന്നത്തെ രാത്രി മുതൽ ഈ ഒരു കാര്യം മാത്രമല്ല അനസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ സംബന്ധിച്ച് അനസ് തങ്ങളെ പറ്റിയുടെ ചരിത്രത്തിൽ കാണാം, ഏത് ദുആ ചെയ്താലും ആ ദുആയിൽ അനസ് റളിയല്ലാഹു അൻഹു ഈ ദുആ ഉൾപ്പെടുത്തും. ഏത് ദുആ ചെയ്താലും ആ ദുആകളിലൊക്കെ ഈ ദുആ കൂടി ഉൾപ്പെടുത്തുമായിരുന്നു. എന്ന് മാത്രമല്ല, പെട്ടെന്ന് പോകേണ്ട ഘട്ടങ്ങൾ വരും. നമുക്ക് ദുആ ചെയ്തുകൊണ്ടിരിക്കാൻ നമുക്ക് സമയം ചിലപ്പോൾ കിട്ടൂല. ആ സമയത്ത് ഒന്നും നമുക്ക് ദുആരക്കാൻ സമയം കിട്ടിയില്ലെങ്കിലും നമസ്കാരത്തിന് ശേഷം നമുക്ക് പെട്ടെന്ന് ധൃതി വെച്ച് നമ്മൾ പുറത്തിറങ്ങാണ്, വണ്ടി വരുന്നു, പെട്ടെന്ന് ഇറങ്ങണം. അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ പോലും അനസ് റളിയല്ലാഹു അൻഹു ഇദാ അറാദ അൻ യദ്ഉവ ബിദഅവത്തിൻ ദഅ ബിഹാ, പെട്ടെന്ന് ദുആ നിർത്തേണ്ട ഒരു ഘട്ടം വന്നാലും അനസ് റളിയല്ലാഹു അൻഹു ചെയ്യുന്ന ദുആ ഇതാണ്. ഒറ്റ ദുആയിൽ ഒതുക്കേണ്ടി വന്നാൽ മഹാനവറുകൾ ചെയ്യുന്ന ദുആ ഇതാണ്. അതുകൊണ്ട് ഇന്നത്തെ രാത്രി മുതൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതത്തിൽ ഈ ദുആ, ഈ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റണം. എല്ലാം അതിനകത്തുണ്ട്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന എന്ന് പറയുമ്പോൾ ദുനിയാവിൽ നമുക്ക് എന്തൊക്കെ വേണം അതൊക്കെ മനസ്സിൽ കണ്ടാൽ മതി. വഫിൽ ആഖിറതി ഹസന എന്ന് പറയുമ്പോൾ അല്ലാഹ് ആഖിറത്തിൽ നീ എന്നെ വിചാരണ ലഘുവാക്കി തരണം, എന്നെ സ്വർഗ്ഗത്തിൽ പോകണം, നിന്നെ എനിക്ക് കാണിച്ചു തരണം. ഈ നിലയിൽ നമ്മൾ അല്ലാഹുവിനെ പറ്റിയിട്ട് നമ്മുടെ മനസ്സിൽ സങ്കല്പിക്കുക. എന്നിട്ട് വഖിനാ അദാബന്നാർ, അല്ലാഹ് നരകത്തിലേക്ക് നീ വലിച്ചെറിയല്ലേ റബ്ബേ എന്ന് നമ്മൾ ദുആ എന്നാൽ ഒരു മനുഷ്യന്റെ പ്രസവം മുതൽ അവന്റെ മരണം വരെ എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഉൾക്കൊണ്ടു. അതിനുശേഷമുള്ള ആഖിറവും അതിനകത്ത് ഉൾക്കൊണ്ടു. അല്ലാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.